ഇപ്പൊ ഉള്ളത് സ്റ്റാൻഡപ്പ് കോമഡി ആണോ അതോ ഇന്ത്യാസ് ഗോട്ട് കൺഫെഷൻസ് ആണോ? ഗൈസ്, ഇപ്പൊ ശരിക്കും ഒരു സ്റ്റാൻഡപ്പ് കോമഡി എടുത്താൽ അതിനകത്ത് ഏറ്റവും കുറവ് സംസാരിക്കുന്നത് നമ്മുടെ കൊമേഡിയനും ബാക്കി കൂടുതൽ സംസാരിക്കുന്നത് അവിടുത്തെ ഓഡിയൻസും ആയിരിക്കും. അവർക്കതൊരു ടെഡ് ടോക്ക് ഷോ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അങ്ങനെ എനിക്ക് മാത്രമാണോ തോന്നിയിട്ടുള്ളത് എനിക്കറിയില്ല. എന്റെ മാത്രം ഒരു തോന്നലാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒരു കൊമേഡിയൻ ചോദിക്കാണ്, എക്സാമ്പിൾ ആണ്, നിങ്ങളുടെ പേരെന്താ? അപ്പൊ ഓഡിയൻസിൽ ആ പെർട്ടിക്കുലർ ആള് ആഹ് എന്റെ പേര് ഇതാണ്, അങ്ങനെ ആയിരിക്കുമല്ലോ യൂഷ്വലി ഉത്തരം പറയാ. അല്ല, ഇപ്പോഴത്തെ ഓഡിയൻസ് അങ്ങനെയല്ല. അത് സിമ്പിൾ ആയി പോവില്ലേ? അവര് എന്റെ പേരൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ഞാൻ എന്റെ ലൈഫിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററെ പറ്റി സംസാരിക്കാം, എന്നിട്ടാവട്ടെ പേരും സാധനമൊക്കെ. ഇതാണ് ഒരു മൈൻഡ് സെറ്റ് ഇപ്പൊ. ഇപ്പൊ എന്താ പെട്ടെന്ന് ഈ കോമഡി ഷോസും സ്റ്റാൻഡപ്പ് കോമഡി ഷോസിനെ പറ്റി സംസാരിക്കാൻ എന്നാവില്ലേ? ഇപ്പൊ റീസെന്റ് ഞാൻ പ്രണീത് മോറയുടെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡിയുടെ ക്ലിപ്പ് കണ്ടായിരുന്നു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ട് കാണും മിക്കവാറും. ഒരു 370 റുപ്പീസിന്റെ ബിരിയാണിയുടെ കഥ അല്ലെ? ഈ സെയിം സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഷോയുടെ വേറൊരു ചെറിയൊരു പോർഷനും കൂടി ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ട്. ഇപ്പൊ അത് ട്രെൻഡിങ് ആയി വരുന്നുണ്ട്. 370 പോലെ തന്നെ ഉറപ്പായിട്ടും എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മിക്കവാറും സൊമാറ്റോ ഒക്കെ അതിനെ റിലേറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് വിട്ടിട്ട് അത് ലേറ്റർ അവർ തന്നെ പറയും ഞങ്ങളല്ല അത് വിട്ടത്, സൊമാറ്റോയുടെ പേരൊക്കെ അടിച്ച് നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ സൊമാറ്റോന്റെ അറിവോട് കൂടിയല്ല. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര പേര് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. മുംബൈയിലുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന്റെ ഒരു കമന്റ് ആണ് ഇപ്പോൾ അടുത്ത കോൺട്രവേഴ്സി ആയിട്ടിരിക്കുന്നത്. അതിനകത്ത് ആ കുട്ടി പറയാണ്, അവരും അവരുടെ ഫ്രണ്ട്സും കൂടെ ഡെഡ് ബോഡീസിന്റെ എന്താ പ്രൈവറ്റ് പാർട്ട് സൈസ്, അതായത് മെയിൽ ഡെഡ് ബോഡീസിന്റെ പ്രൈവറ്റ് പാർട്ടിന്റെ സൈസ് നോക്കിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുകയും കളിയാക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ള രീതിക്ക് ഒരു കമന്റും കൂടി സെയിം കൊമേഡിയന്റെ സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഒരു ഷോയിൽ നിന്നുള്ള ഒരു ഭാഗം വൈറലായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വന്ന് ആണായാലും പെണ്ണായാലും ഒക്കെ ശരിയാണ്, പക്ഷെ ഒരു ഡെഡ് ബോഡി പോലും സേഫ് അല്ല എന്നും ഇവിടെ നമുക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുന്നുണ്ട്. ഈ 370 റുപ്പീസിന്റെ ബിരിയാണിയുടെ കേസ് ഞാൻ കേട്ടപ്പോ എങ്ങാനും അവൻ ആ പയ്യൻ ആ കടയുടെ പേരും കൂടി അവിടെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ആ കടയുടെ ഓണർ ഫുൾ കൺഫ്യൂഷനിലായിരിക്കില്ലേ? അയാൾ വിചാരിക്കണ്ടാവും എന്റെ ബിരിയാണി നല്ലതാണോ ചീത്തയാണോ, എന്തായാലും കൊള്ളാം, അത് ഫേമസ് ആയിട്ടുണ്ട് സാധനം. പിന്നെ അവിടെ തിരക്കോട് തിരക്കായിരുന്നിരിക്കാം ഇൻ കേസ് ഇപ്പൊ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കടയുടെ. പിന്നെ ഒരു 370 രൂപ എന്ന് പറയണത് അത് നമ്മളുടെ പെൺപിള്ളേരുടെ കാര്യം എടുത്താൽ അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം എടുക്കുകയാണെങ്കിൽ അത് പാഡാണ്. ഒരു പാഡിന്റെ പാക്കറ്റിന് വരെ 370 മേലെ ഉണ്ട് ഞങ്ങൾക്ക് പൈസ. പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന മസ്കാര, ഐലൈനർ, ഇതിനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് ഉള്ള സാധനങ്ങളാണ്. അതിന്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ 370 ഒന്നും അല്ല. അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് പെൺകുട്ടികളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങള് ഡേറ്റിനൊക്കെ പൊക്കോ, ആദ്യത്തെ ഫസ്റ്റ് ഡേറ്റിന്റെ ബില്ല് നിങ്ങളായിട്ട് കൊടുത്തു നോക്ക്. അത് ചിലപ്പോ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കശ്മലന്മാരിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനും വളരെ നല്ലൊരു ചാൻസ് ആയിട്ട് നമുക്ക് കരുതാം. പിന്നെ ഡെഡ് ബോഡീസിനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇപ്പൊ പറയാനില്ല. ഞാനിപ്പോ എന്താ പറയുക എനിക്കറിയില്ല. പിന്നെ സീരിയസ് ആയിട്ട് എനിക്ക് ആ മെഡിക്കൽ സ്റ്റുഡന്റിന്റെ ആ ഒരു വീഡിയോയുടെ പോർഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കുട്ടീനോട് പറയുന്നത് ഇത്, മോളെ, മോൾക്ക് ഷോ മാറിപ്പോയിട്ടുണ്ട്. ഇതൊരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ആണ്, അല്ലാണ്ട് നിങ്ങളുടെ ട്രൂ ക്രൈം പോഡ്കാസ്റ്റ് അല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട് ശരിക്കും ഇപ്പോ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോയില് ഒരു കൊമേഡിയനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട്, അതായത് അവിടെ നിന്ന് പ്രസന്റ് ചെയ്യണ ആ ഹോസ്റ്റിനെ പറ്റി ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ മൊത്തം. എന്താണെന്നറിയോ, ഇത് ഈ ഓഡിയൻസ് എന്തുകൊണ്ടായിരിക്കും, എന്ത് പടക്കായിരിക്കും ആ ഒരു ഷോയിൽ നിന്ന് എല്ലാവരുടെ മുന്നിൽ, ക്യാമറയുടെ മുന്നില്, പിന്നെ ഈ ഓഡിയൻസിന്റെ ബാക്കി ഓഡിയൻസിന്റെ ഒക്കെ മുന്നിൽ നിന്നിട്ട് പൊട്ടിക്കാൻ പോണേന്ന്. ഒരു എന്താ പറയാ, ഓഡിയൻസ് എന്ന് പറഞ്ഞ ഒരു സർപ്രൈസ് പാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പൊ അതാ അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് കൊമേഡിയനോട് ശരിക്കും അയാളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ടെൻഷനാണ്. അയാൾ മിക്കവാറും ഒരു ഷോ കഴിയുമ്പോ ആലോചിക്കുന്നത് ഈശ്വര ഇനി ഏത് സൈഡിൽ നിന്നായിരിക്കും FIR വരാൻ പോണത്. പിന്നെ വേറെ കാര്യം, എനിക്ക് ഫ്യൂച്ചറിന്റെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോഴേ എനിക്കൊരു സാധനം തോന്നുന്നത് മിക്കവാറും ഈ കോമഡി ഷോസിന്റെ ഒക്കെ ടിക്കറ്റിന്റെ ബാക്കിൽ ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലൈമർ അങ്ങനെ കൊടുക്കും. ഈ നിങ്ങൾ നിങ്ങളുടെ ലോയറിനെ ഒന്ന് സമീപിച്ചിട്ട് ഈ കോമഡി ഷോസിനൊക്കെ ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അത് മിക്കവാറും അധികം വൈകാണ്ട് വരും, സകല ചാൻസും അതിനുള്ള ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഓഡിയൻസ്, അതിനകത്ത് ഈ രണ്ട് ഇത് വീഡിയോസിലും ഉണ്ടായിരുന്ന ഓഡിയൻസിനെ ശരിക്കും എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഓഡിയൻസ് അവിടെ ഒരാള് പോലും എണീറ്റ് നിന്നിട്ട് നിങ്ങൾ പറയണത് തെറ്റാണെന്നോ നിങ്ങൾ ഇതിനോട് എനിക്ക് വിയോജിപ്പുണ്ടെന്നോ, കൊമേഡിയൻ അവിടെ നിൽക്കട്ടെ പോട്ടെ, ആളുടെ കാര്യം വിടും. പക്ഷെ ഓഡിയൻസിനെ എടുക്കുക, അവര് നിങ്ങൾ ഈ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്, നിങ്ങൾ ഇത് പറഞ്ഞാൽ തീരെ ശരിയല്ല എന്ന് ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. അവര് എല്ലാവരും ചിരിച്ചു ആർത്തുല്ലസിച്ചാണ് അവിടെ. രണ്ട് വീഡിയോ എടുത്താലും അതിനകത്ത് ആർത്തുല്ലസിച്ച് ചിരിയാണ്. എനിക്കും സത്യത്തില് ഈ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എനിക്ക് പിടികിട്ടണില്ല കേട്ടോ. ഇവരൊക്കെ തന്നെയായിരിക്കും മിക്കവാറും ഈ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായി നെഗറ്റീവ് രീതിക്ക് പോയി. ഇതൊക്കെ കാണുമ്പോ അവര് തന്നെ വന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞത് ഭയങ്കര തെറ്റാണ്, മോറലി തെറ്റാണ്, ലീഗലി തെറ്റാണ്, ആ തെറ്റാണ്, ഈ തെറ്റാണ്. ബ്രോ, നിങ്ങളല്ലേ ഓഡിയൻസിൽ നിന്ന് അമ്മാതിരി ചിരി ചിരിച്ചിട്ട് പോയത്? അപ്പൊ പറയാത്ത ആള് കമന്റ്സിൽ വന്ന് പറയണത് എന്ത് ഇതാണ് അറിയില്ല. പ്രണീത് മോരയുടെ മാത്രം കേസല്ല എന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് പല സ്റ്റാൻഡപ്പ് കോമേഡിയൻസും ഇമാതിരി കമന്റ് കേട്ട് കഴിഞ്ഞാൽ അവർ അപ്പൊ തന്നെ അതിനെ നിർത്തി അയാളെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് വിടുന്ന വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. ഇമാതിരി ഓരോ എന്താ കുറച്ച് പൈസയുടെ ഹും കാണിക്കുക, ബോഡി ഷേമിങ്ങിന്റെ കാര്യം പറയാം, ആ സമയത്ത് ഹ്യൂമിലിയേറ്റ് ചെയ്ത് വിടണത് ഒരു ക്ലിപ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ സ്ത്രീധനം, ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഞാൻ വേറെയും കാണാനിടയായി. അതിനകത്ത് ഈ സ്ത്രീധനത്തിനെ പറ്റി സംസാരിച്ചപ്പോ ഒരു ചെറുക്കൻ പറഞ്ഞു, ഞാൻ വാങ്ങും സ്ത്രീധനം, അതിന് ഇപ്പൊ എന്താ. അപ്പം ആ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അടുത്ത വഴിക്ക് ചോദിച്ചത്, നിനക്കതിന് എന്ത് യോഗ്യതയാടാ ഉള്ളത്, നിന്റെ മുഖം നീ കണ്ണാടി കണ്ടിട്ടുണ്ടോ? ഇതാണ് പുള്ളി ചോദിച്ചത്. ഇങ്ങനെ ആവണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കോമഡി ഈസ് ഗുഡ് എന്ന് വെച്ചിട്ട് അത് വൾഗർ കോമഡി ആയിക്കഴിഞ്ഞാൽ അത് അത്ര സുഖം ഉണ്ടാവില്ല ആസ്വദിക്കാൻ. ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഒക്കെ ഇപ്പൊ ഇനി ഫ്യൂച്ചറിൽ അവര് കോമഡി സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കില്ലേ, അപ്പൊ അവര് മെയിൻ ആയിട്ടും അവിടെ കോമഡിക്ക് ആയിരിക്കില്ല അവരുടെ എന്താ പറയാ ഇമ്പോർട്ടൻസ് പോവുക, അവിടെ റിസ്ക് അസസ്മെന്റ് അനാലിസിസ് ആയിരിക്കും. അവര് എങ്ങനെയൊക്കെ പറഞ്ഞ ആരൊക്കെ എന്തൊക്കെ പറയുന്ന അവർക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാവില്ലല്ലോ. എന്തായാലും ഈ പറഞ്ഞ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, അതായത് എക്സ് ബിഗ് ബോസ് താരം, ഹിന്ദി ബിഗ് ബോസ് കേട്ടോ പറയാനുണ്ട്, മലയാളമല്ല, എക്സ് ഹിന്ദി ബിഗ് ബോസ് താരം ഈ സംഭവം കഴിഞ്ഞിട്ട് വീഡിയോ ഡിലീറ്റ് ആക്കി, പിന്നെ അപ്പോളജി പോസ്റ്റും ഇട്ട് അക്കൗണ്ടും ഡിലീറ്റ് ആക്കി ഓടിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ, അടുത്ത ആളുടെ വരാൻ പോണത്, അല്ലെങ്കിൽ ഇയാളുടെ തന്നെ വേറെ ഏതെങ്കിലും ഷോന്ന് വേറെ ആരെങ്കിലും എന്തെങ്കിലും കുത്തിപ്പൊക്കുവോ എന്നും നമുക്ക് കണ്ടറിയേണ്ടി വരും. പിന്നെ പറയാനുള്ളത്, പണ്ടൊക്കെ നമ്മൾ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കുറെ കോമഡി സംഭവങ്ങളൊക്കെ കണ്ടു വളർന്നവരാണ്. കലാഭവന്റെ സ്റ്റേജിലുള്ള മിമിക്രിയും പിന്നെ അവരുടെ ഓരോരോ സ്കിറ്റും ഇതെല്ലാം കണ്ടു വളർന്ന നമ്മള് ഇപ്പോ ഏതൊരു കോമഡി ഷോയ്ക്കും, ഐ മീൻ സ്റ്റാൻഡപ്പ് കോമഡി ഷോസിനും നമ്മളുടെ മലയാളികൾ ഒരുപാട് പോവാറുണ്ട്. മലയാളി സാന്നിധ്യവും അറിയിച്ചിട്ടുള്ള ഒരു മേഖലയാണത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളൊക്കെ പണ്ടായാലും ഇപ്പോഴായാലും ഒരു കോമഡി ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ, ബ്രോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഷോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് കുറച്ച് ഒഫെൻസീവ് ആയിട്ട് ഫീൽ ചെയ്തു, അങ്ങനെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് കൊടുക്കും. ഇപ്പൊ വന്ന് അതിനൊന്നും ആർക്കും ടൈം ഇല്ലാണ്ടായി പോയി. എല്ലാവരും ഡയറക്ട്ലി ഫോൺ എടുക്കും, അയ്യോ ഞാൻ ഈ പറഞ്ഞത് വൈറലായോ, അല്ലെങ്കിൽ എന്റെ സൈഡിലിരുന്ന് പറഞ്ഞ ആള് വൈറലായോ, എന്റെ ഫ്രണ്ടിലിരുന്ന് പറഞ്ഞ ആള് വൈറലായോ.
ഇങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനേ ടൈം ഉണ്ടാവുള്ളൂ. അമ്മാതിരി കമന്റ്സ് അല്ലേ ഇറങ്ങുന്നേ. ഇപ്പോ സ്റ്റാൻഡപ്പ് കോമഡി ഷോസ് സ്റ്റാൻഡപ്പ് കോമഡി ഷോസ് ആവല് കുറവും ഒരു കൺഫെഷൻ സെഷൻ കൂടുതലാവണതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തായാലും എനിക്ക് ഐ ഫീൽ ബാഡ് അബൌട്ട് ദ ഗേൾ, ആ പയ്യന്റെ കൂടെ ഡേറ്റിന് പോയത്. പിന്നെ അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന്റെ ഫ്രണ്ടില് ഒരു ഡെഡ് ബോഡി ആയിട്ട് വന്ന് പല ശരീരങ്ങളിലോടും ഐ ഫീൽ സോറി. എന്തായാലും നിങ്ങളോടൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇനി മയക്ക് കാണുമ്പോ ഒന്ന് സൂക്ഷിച്ചോളൂ ട്ടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം വൈകാണ്ട് തന്നെ നിങ്ങളുടെ ലോയറിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ അവേ ഫ്രം മൈക്ക് പറഞ്ഞാട്ടോ. എനിവേസ്, ഇത് നിങ്ങളുടെ ദ അൺഫിൽറ്റേർഡ് അപർണ. ഇതേപോലെയുള്ള കൂടുതൽ ടോപ്പിക്സ് സംസാരിക്കാനും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും ആയിട്ട് പ്ലീസ് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക എൻ്റെ വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക് നെക്സ്റ്റ് ഒരു എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.